ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പൊ നമ്മുടെ ട്രാവലോഗ് വീഡിയോയുടെ 4ാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പൊ നമ്മൾ എന്താണ് ഇപ്പം കൊടൈക്കനാൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ രാവിലെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 മണിക്ക് 8 മണിക്ക് ഇടയ്ക്ക് ഇവിടെ ചൂടുവെള്ളം വരുവേ. അപ്പൊ ആ സമയം തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഷടപടയെന്ന് കുളിച്ച് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ പിന്നെ തണുത്ത വെള്ളത്തിൽ സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ 8 മണിയായപ്പോൾ തന്നെ റൂമിലെ പേയ്മെന്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചത്. ഫുഡും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളി ടൂറും ആയിരുന്നു കേട്ടോ കൊടൈക്കനാൽ യാത്ര എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, രാവിലെ 8 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇനി അടുത്ത് ഞങ്ങൾ നേരെ പോകുന്നത് പളനിയിലോട്ടാണ് കേട്ടോ. മോൾക്ക് മുട്ടയടിക്കുക എന്നുള്ളൊരു നേർച്ച ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നേരെ വിട്ടത് അങ്ങോട്ടാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഞങ്ങൾ യാത്രയിൽ ഉദ്ദേശിച്ചത് പളനിയിൽ പോയി മോൾക്ക് മുട്ടയടിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ. അപ്പം എന്താണ്, മക്കൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് ഒരിടത്തും പോയില്ല എന്നുള്ളൊരു സങ്കടം അവർക്കുള്ളത് കൊണ്ട് തന്നെ കൊടൈക്കനാൽ പോകാമെന്നും അവിടെ നിന്ന് നേരെ പളനിയോട്ട് യാത്ര ചെയ്യാമെന്നും വിചാരിച്ചു കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ ഇവിടെ നിന്ന് പോകാനായിട്ട്, നല്ല സൗകര്യമാണ്. അപ്പൊ നമ്മൾ ഈ കൊടൈക്കനാലിലോട്ട് കയറി ആ ഹൈ റേഞ്ച് ഉണ്ടല്ലോ, ആ വളവ് മൊത്തം, ആ ഒരു ഹൈ റേഞ്ച് മൊത്തം നമ്മൾ തിരിച്ചിറങ്ങണം കേട്ടോ. തിരിച്ചിറങ്ങി കുറച്ച് ദൂരം പോകുമ്പോഴാണ് നമുക്ക് പളനി കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഹൈ റേഞ്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൂരെ നമുക്ക് ആ പളനി മലയും ക്ഷേത്രവും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, താഴന്നേ മഞ്ഞ് ഇങ്ങനെ മുകളിലോട്ട് കയറി വരികയാണ് കേട്ടോ. അപ്പൊ നല്ലൊരു അടിപൊളി വ്യൂ ആണ്. താഴോട്ടുള്ള ഒന്നും കാണാൻ പറ്റൂല കേട്ടോ. ഒരു 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 പുൽത്തരിമ്പ് പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത്രയ്ക്കും താഴെ എല്ലാം മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കുകയാണ് കേട്ടോ. ഈ മഞ്ഞിങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച എന്നൊക്കെ പറയില്ല, അതേപോലെ നല്ലൊരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതൊക്കെ ഒരു ആദ്യത്തെ അനുഭവമാണ് കേട്ടോ. നല്ല രസമായിരുന്നേ. അപ്പൊ നമ്മൾ എന്താണ്, ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് പളനിയിലോട്ടാണ് കേട്ടോ. ഇനി അവിടുത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാമേ. അതായത് നമ്മൾ പളനിയിൽ പോകുമ്പം എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ എന്താണ്, ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടു കേട്ടോ. അപ്പൊ കണ്ടതിലെല്ലാം പറഞ്ഞത് എന്താണ്, അവിടെ ഒരുപാട് പറ്റിപ്പുണ്ട്, തട്ടിപ്പുണ്ട്, എന്താണ്, നമ്മൾ ഒരുപാട് മലയാളികൾ ഒരുപാട് പറ്റിക്കപ്പെടുന്ന ഒരു സ്ഥലമാണെന്നൊക്കെയാണ് കേട്ടോ ഞാൻ കേട്ടത്. അപ്പൊ അത്യാവശ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലും പറ്റിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതൊക്കെ കുറച്ചു കാലം മുൻപാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അവിടെ എന്താണ്, എല്ലാം സ്മൂത്ത് ആണ് കേട്ടോ. വേറെ ഒരു പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല. ആകെ ഉള്ള ഒരു പറ്റിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഈ പൂജാ സാധനങ്ങൾ വാങ്ങിക്കുന്നതിലുള്ള ഒരു പറ്റിപ്പാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ഇരട്ടി വിലയാണ് അവിടെ ഓരോ സാധനങ്ങൾക്കും. രണ്ട് ഭസ്മം, കുങ്കുമം എന്നൊക്കെ പറഞ്ഞുള്ള കുറെ സാധനങ്ങൾ അവർ പൂജാ സാധനം, ഈ പൂജാ സാധനങ്ങളൊക്കെ കൊണ്ടുവേണം മുകളിൽ കയറാനെന്നൊക്കെ പറഞ്ഞ് അവർ അടിച്ചേൽപ്പിക്കും കേട്ടോ. അപ്പൊ ഇത് മാത്രമാണ് അവിടുത്തെ ഒരു പറ്റിപ്പെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ഇരട്ടി വിലയാണ് അവിടുത്തെ പൂജാ സാധനങ്ങളുടെ വില. അത് മാത്രമാണ് ആകെയുള്ള ഒരു പറ്റിപ്പ്. ബാക്കി എല്ലാം ഓക്കെയാണ് കേട്ടോ. വേറെ ഒരു പ്രശ്നവുമില്ല, പേടിക്കാനൊന്നും യാതൊരു കാര്യവുമില്ലേ. അപ്പൊ നമ്മൾ താഴന്ന് മുട്ടയടിച്ച് ഒന്ന് കുളിച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മൾ മുകളിലോട്ട് കയറാനായിട്ട്. അപ്പൊ നമ്മൾ ഈ മുട്ടയടി കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് കയറി സ്റ്റെപ്പ് കയറി പോവാം, അല്ലെങ്കിൽ റോപ്പ് കാർ വെച്ച് നമുക്ക് കയറാം കേട്ടോ. എനിക്ക് തോന്നുന്നു, എന്റെ അഭിപ്രായത്തിൽ റോപ്പ് കാറിനേക്കാളും സ്റ്റെപ്പ് കയറി പോകുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. കാരണം ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് എത്താം. കാലിനൊന്നും വേറെ പ്രശ്നമില്ല, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏകദേശം ഒരു ബോട്ടിൽ വെള്ളമൊക്കെ കരുതിയാൽ നമുക്ക് എന്ത് ചെയ്യാം. വെള്ളം കരുതിയില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെ അവർ ഓരോ സ്ഥലത്തായിട്ട് ഓരോ സ്റ്റെപ്പ് കയറി പോകുമ്പോഴും ഓരോ മണ്ഡപത്തിന്റെ അടുത്തായിട്ട് അവർ എന്താണ്, ശുദ്ധവെള്ളം വച്ചിട്ടുണ്ട് കേട്ടോ. കുടിക്കാനായിട്ടുള്ള വെള്ളം അവിടെ തന്നെ വച്ചിട്ടുണ്ട്. അപ്പൊ ആ വെള്ളം കുടിച്ച് കുടിച്ച് നമുക്കങ്ങ് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് കയറി പോകാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഈ റോപ്പ് കാർ ആണെങ്കിൽ ഏകദേശം ഒരു 3-4 മണിക്കൂർ ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് റോപ്പ് കാറിൽ കയറി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടും നല്ലത് എന്താണ്, സ്റ്റെപ്പ് കയറി പോകുന്നത് തന്നെയാണ് കേട്ടോ. ഇനി അവിടെ ചെന്നതിന് ശേഷമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടോക്കൺ എടുത്ത് വേണം കേട്ടോ അകത്ത് കയറി ഭഗവാന്റെ ദർശനം നടത്തേണ്ടത് ടോക്കൺ എടുത്ത് വേണം. അത് 10 രൂപയുടെ ടോക്കൺ ഉണ്ട്, 50 രൂപയുടെ ടോക്കൺ ഉണ്ട്, 100 രൂപയുടെ ടോക്കൺ ഉണ്ട്, 200 രൂപയുടെ ടോക്കൺ ഉണ്ട് കേട്ടോ. അപ്പൊ 200 രൂപയ്ക്കൊക്കെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നിന്ന് തന്നെ നമുക്ക് കാണാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ കാറ് കുറച്ച് ദൂരം മുമ്പ് പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നമ്മൾ നടന്നു പോകുമ്പോൾ അവരൊരു എന്താണ്, ഒരു ബോർഡർ ഉണ്ട് കേട്ടോ. ആ ബോർഡറിന്റെ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഇലക്ട്രിക് വണ്ടി കിട്ടും കേട്ടോ. അപ്പൊ ആ ഇലക്ട്രിക് വണ്ടിയിൽ കയറി വേണം നമ്മൾ ഈ എന്താണ്, പളനി മലയുടെ അടിവാരത്ത് ചെല്ലാനായിട്ട്. അതായത് നമ്മൾ സ്റ്റെപ്പ് കയറേണ്ട സ്ഥലത്ത് നമ്മൾ ചെല്ലേണ്ടത് ഈ ഇലക്ട്രിക് വണ്ടി കയറിയിട്ടാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എന്താണ്, ഇത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താണ് നിരന്തരം സർവീസ് നടത്തിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഈ ഇതിൽ കയറി നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഒരു മുട്ടയടിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പൊ അവിടെ കയറി നമുക്ക് ടോക്കൺ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മുട്ടയടിക്കാം കേട്ടോ. മുട്ടയടിച്ചിട്ട് അവിടെ നിന്ന് തലയൊക്കെ നനച്ചതിന് ശേഷം നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാം.
അപ്പൊ അവിടെ ചെന്ന് എന്താണ് നമ്മൾ ആ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുതതിനു ശേഷം അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ അവിടെ എന്താണ് അവിടെ ദേവസ്വം ബോർഡിന്റെ തന്നെ അവരുടെ പഞ്ചാമൃതവും എന്താണ് അവിടുത്തെ പ്രസാദവും ഒക്കെ വച്ചിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പൊ അവിടുത്തെ പഞ്ചാമൃതത്തിന് അരവണയുണ്ടല്ലോ, അതിന് ഏകദേശം 25, 40, 45 ആ റേഞ്ചിലുള്ള ഉണ്ട് കേട്ടോ. അതായത് ചെറുത് വലുത് അങ്ങനെ ആ റേഞ്ചിലുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പൊ അത് നമുക്ക് അവിടെ നിന്ന് ക്യൂ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരാം കേട്ടോ. വാങ്ങിച്ച് തിരിച്ച് അതേ സ്റ്റെപ്പ് നമുക്ക് തിരിച്ചിറങ്ങി ഈ ഇലക്ട്രിക് വണ്ടി കയറി തന്നെ നമുക്ക് നമ്മുടെ കാർ ഇട്ടിക്കുന്ന സ്ഥലത്ത് നമുക്ക് ചെല്ലാൻ കേട്ടോ. വളരെ സ്മൂത്ത് ആയിട്ടുള്ള യാത്രയാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല കേട്ടോ. നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ തട്ടിപ്പും വെട്ടിപ്പും അങ്ങനെ പറയത്തൊക്കെ ഇല്ല. നമ്മൾ ഈ മുട്ട അടിച്ച് ഇറങ്ങുന്ന സമയത്തും അവിടെ ഓരോരുത്തർ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ വിളിച്ചോണ്ട് പോയി നമ്മളെ കാണിച്ചു തരാം, ഈ കടയിൽ നിന്നെല്ലാം വാങ്ങിച്ചാതി എന്ന് പറഞ്ഞാൽ കാണിച്ചു തരും കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവർ ഇരട്ടി വിലയാണ് എടുക്കുന്നത് കേട്ടോ. ആ ഒരു പ്രശ്നം മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ടോക്കൺ ഒക്കെ എടുത്തിട്ട് മോക്ക് മുട്ടയടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് അവള് കരയുമെന്ന് തന്നെയാണ് കേട്ടോ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവളൊന്നും കരയാതെ നല്ല മിടുക്കി കുട്ടിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ചേട്ടന്റെ മടിയിൽ അവള് കരഞ്ഞതേ ഇല്ല കണ്ടോ. കരയാതെ അവള് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പേര് അവിടെ വന്ന് മുട്ടയടിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇത് ആദ്യത്തെ യാത്രയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങള് പളനിയിലോട്ട് പോകുന്നത് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലും തട്ടിക്കൊണ്ടോ പറ്റിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, മലയാളികൾ കംപ്ലീറ്റ്ലി പറ്റിക്കപ്പെടുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ദേവസ്വം ബോർഡിന്റെ റൂമും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മുട്ടയടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടോ ഞങ്ങൾ നോക്കിയിരുന്നു കേട്ടോ. അപ്പം ദേവസ്വം ബോർഡിന്റെ തന്നെ റൂമും കാര്യങ്ങളും ഉണ്ട്. വെറും 300 രൂപയേ ഉള്ളൂ കേട്ടോ. ബാക്കി റൂമുകൾക്കൊക്കെ നല്ല പ്രൈവറ്റ് ആയിട്ടുള്ളതിനൊക്കെ നല്ല റേറ്റ് ആണ്. പക്ഷെ ദേവസ്വം ബോർഡിന്റെ ഫാമിലി റൂമാണ് കേട്ടോ. അതിന് 300 രൂപയേ ഉള്ളൂ. ഇവിടെ അത് സിംഗിൾ ആയിട്ട് ചെന്ന അവർ റൂം കൊടുക്കില്ല, ഫാമിലിക്ക് മാത്രമേ അവർ റൂം കൊടുക്കുകയുള്ളൂ കേട്ടോ. അത് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത് വേണമെങ്കിലും വരാം കേട്ടോ. അങ്ങനെ ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്നാണ് പ്രശ്നം കാര്യം, നമുക്ക് ക്ഷേത്രത്തിനകത്തോട്ട് ഫോണോ ക്യാമറയോ കാറിന്റെ കീയോ ഒന്നും കൊണ്ടുകയറില്ല. അതെല്ലാം താഴെ ക്ലോക്ക് റൂമിൽ സൂക്ഷിച്ചതിന് ശേഷം വേണം കേട്ടോ മുകളിലോട്ട് കയറാനായിട്ട്. അതുകൂടാതെ ചെരുപ്പ് നമുക്ക് താഴെ ക്ലോക്ക് റൂമിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാം. അവരൊരു ടോക്കൺ തരും. തിരിച്ചു വന്ന് നമ്മൾ ആ ടോക്കൺ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതെല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്യും കേട്ടോ. അത്രേ ഉള്ളൂ. വേറെ പേടിക്കാത്തൊക്കെ വേറെ യാതൊരു പ്രശ്നവുമില്ല. നല്ല സ്മൂത്ത് യാത്രയാണ് കേട്ടോ. അപ്പം ആരെങ്കിലും പോകാൻ പളനി യാത്രയ്ക്ക് പേടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ആർക്കെങ്കിലും പളനി യാത്രയെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. സ്മൂത്ത് യാത്രയാണ്. അപ്പൊ ഞങ്ങൾ പളനി യാത്ര കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തില്ല കേട്ടോ. അടുത്ത് ഞങ്ങൾ നേരെ അടുത്തൊരു ട്രിപ്പിലോട്ടാണ് കേട്ടോ വിട്ടത്. അത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.